രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. പത്തനംതിട്ട AR ക്യാമ്പിലാണ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്നും CK അഭിലാലുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, പുലർച്ചെ 5 മണിക്ക് എത്തിച്ചു എന്നറിയുന്നു. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരി. അവർ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപ് ഇമെയിലിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ വേഗത്തിൽ മാധ്യമങ്ങളിലൂടെ എത്തുകയും നിയമസാധ്യതകൾ അല്ലെങ്കിൽ നിയമസഹായം തേടുന്നതിനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ലഭ്യമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കുറി രാഹുലിനെ പൂട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് നീങ്ങിയത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ വളരെ വേഗത്തിലും അതോടൊപ്പം തന്നെ അതീവ രഹസ്യമായുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. 2 നാൾ മുൻപ് വരെ അടൂരിലെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ പാലക്കാടേക്ക് നീങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫുകളുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് രാഹുലിന്റെ സ്ഥാനം, അദ്ദേഹം ഉള്ള സ്ഥലം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പോലീസിന്റെ നീക്കം ഉണ്ടായത്. രാത്രി 12 മണിയോട് അടുത്ത സമയം വരെ KPM ഹോട്ടലിൽ രാഹുലിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഓഫീസിലെ 2 ജീവനക്കാർ കൂടി ഉണ്ടായിരുന്നു. ഇരുവരും പോയ ശേഷം 12 മണിക്ക് ശേഷമാണ് KPM ഹോട്ടലിൽ എത്തി അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് ഷൊർണൂർ വഴി പത്തനംതിട്ടയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. 5 മണിയോടുകൂടി പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചു. അതേസമയം തന്നെ ഇത്തരത്തിൽ രാഹുലുമായി അന്വേഷണ സംഘാംഗങ്ങൾ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരം പത്തനംതിട്ട SP മാത്രമാണ് അറിവ് ഉണ്ടായിരുന്നത്. DYSP അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥരോട് 5 മണിയോടുകൂടി ഇവിടെ എത്തണം എന്നുള്ള നിർദ്ദേശമാണ് SP-യിൽ നിന്നും ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം തന്നെ ഇവിടെ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും അതോടൊപ്പം തന്നെ SIT-യുടെ പ്രത്യേക സംഘാംഗങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. 2 നിലകളുള്ള AR ക്യാമ്പ് ബിൽഡിംഗിന്റെ 1ാമത്തെ നിലയിലെ മുറിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിട്ടുള്ളത്. അവിടെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. തുടർ നടപടികൾ എന്നുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ.